പോകുന്നത്. ഇത് 4th പേപ്പറാണ്. स्वनिम किसे कहते हैं? स्वनिम निर्धारण के उद्देश्य का परिचय देकर स्वानिकी और स्वानिमी की തുലന കീജിയെ. ഇത് സ്വനിം നേരത്തെ വന്നതാണ്. അപ്പം സ്വനിം എന്നാൽ എന്ത്? ഭാഷാധ്വനികൾക്കാണ് നമ്മൾ സ്വൻ എന്ന് പറയുക. അപ്പം ഭാഷാധ്വനിയുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അത് സ്വനിം എന്ന് പറയുക. അത് അല്ലെങ്കിൽ സ്വനിം എന്നാൽ എന്ത്? സ്വനിം നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്വനിം എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ സ്വനിം എങ്ങനെയാണ് നിശ്ചയിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് स्वानिकी और स्वानिमी की तुलना कीजिए. अर्थभेदक क्षमता से युक्त स्वनों को अथवा स्वनों के समूह को स्वनिम कहते हैं. അർത്ഥഭേദക്, അർത്ഥത്തിന് ഭേദം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വ്യത്യാസമുണ്ട്. അർത്ഥഭേദക് ക്ഷമതാസേ യുക്ത സ്വനോങ്കോ, അർത്ഥത്തിനൊരു സെപ്പറേഷൻ കിട്ടും. രണ്ട് വാക്കുകളാക്കി മാറ്റാൻ പറ്റും അർത്ഥത്തെ, അല്ലെങ്കിൽ അർത്ഥത്തിനെ വേർതിരിക്കാൻ കഴിയുന്ന സ്വനങ്ങളെയാണ്, അല്ലെങ്കിൽ സ്വനങ്ങളുടെ സമൂഹത്തെയാണ്, സ്വനം എന്ന് പറഞ്ഞാൽ ഭാഷാധ്വനികളുടെ സമൂഹത്തെയാണ് സ്വനിം എന്ന് പറയുക. സ്വനിം കിസി ഭാഷാ വിശേഷിക്കെ സ്വനോ കാ ഐസാ സമൂഹ് ഹെ. സ്വനിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിലുള്ള ധ്വനികളുടെ സമൂഹമാണ്. ജിസ്മേം അർത്ഥഭേദക് ഗുണ് പായാ ജാത്താ ഹെ. അതിന് ആ സ്വനിമിന് എന്തിനുള്ള കഴിവുണ്ട്? അർത്ഥഭേദക്ക്. നമുക്കതിന് അർത്ഥത്തെ തരംതിരിക്കാനും പറ്റും. അതിനുള്ള അത്തരത്തിലുള്ള ഗുണമുള്ള ഭാഷാധ്വനികളുടെ സമൂഹത്തെയാണ് എന്ന് പറയുക, ഈ സ്വനിം എന്ന് പറയുക. സ്വനിം വ്യവച്ഛേദക് ധ്വനി സ്വരൂപ് കി ലഘുതം ഇക്കായി ഹെ. സ്വനിമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യവച്ഛേദക് എന്ന് പറഞ്ഞാൽ ജോ അലഗ് കർത്താഹോ, അലഗ് കർണ, അത് നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിക്കാൻ പറ്റും. അലഗ് കർണ സെപ്പറേഷൻ വരുത്തുക. അങ്ങനെയുള്ള ധ്വനി സ്വരൂപത്തിൻ്റെ, ധ്വനികളുടെ സ്ട്രക്ചറിൻ്റെ ഏറ്റവും ചെറിയ ഇക്കായിയാണ്. ഇക്കായി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റാണ്. ബ്ലോക്ക് ആൻഡ് ട്രേഗർ. ബ്ലോക്ക് ആൻഡ് ട്രേഗർ രണ്ട് പാശ്ചാത്യ ഭാഷാശാസ്ത്രജ്ഞന്മാരാണ്. നാമക്ക് പാശ്ചാത്യ ഭാഷാ വൈജ്ഞാനികവും കെ അനുസാർ, ഈ ബ്ലോക്ക്, ട്രേഗർ തുടങ്ങിയ പാശ്ചാത്യ ഭാഷാശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സ്വനിം ധ്വന്യാത്മക ദൃഷ്ടി സേ സമാൻ ധ്വനിയോ കാ സമൂഹ് ഹെ. ഈ സ്വനിം എന്ന് പറയുന്നത് ഭാഷാ ഫോണറ്റിക്, എൻ്റെ ഉച്ചാരണത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ ധ്വനിയോ കാ സമൂഹ്, സമാൻ ധ്വനിയോ കാ സമൂഹ്, ഒരേപോലെയുള്ള ധ്വനികളുടെ ഒരു കൂട്ടമാണ്. जो किसी भाषा विशेष के उसी प्रकार के अन्य समस्त समूहों से व्यतिरेकी एवं अन्यापवर्जी होता है. അപ്പം സ്വനിം എന്ന് പറയുന്നത് ധ്വന്യാത്മക ദൃഷ്ടിസെ, ഫൊണറ്റിക് ഉച്ചാരണത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ ഒരേപോലുള്ള ധ്വനികളുടെ സമൂഹമാണ്. അത് കിസി ഭാഷാ വിശേഷിക്കെ ഉസി പ്രകാർക്ക് അന്യ സമസ്ത സമൂഹം സെ, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിലുള്ള മറ്റുള്ള എല്ലാ ഭാഷാ സമൂഹങ്ങളും അല്ലെങ്കിൽ ധ്വനി സമൂഹങ്ങളിൽ നിന്നും വ്യതിരേകി ഓർ അന്യാപവർജി ഹോത്താ ഹെ. വ്യതിരേകി എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റിംഗ് എന്നാണ്, പരസ്പര വിരുദ്ധം. വ്യതിരേകി കോൺട്രാസ്റ്റിംഗ്, ഓർ അന്യാപവർജി എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായിരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമൂഹത്തിൽ നിന്നും, മറ്റുള്ള എല്ലാ ധ്വനികളിൽ നിന്നും പരസ്പര വിരുദ്ധമായിട്ടുള്ള ധ്വനികളുടെ സമൂഹത്തെയാണെന്ന് പറയുക. ഒരു ലൈനിലെടുത്ത് നോക്കിയാലും ഒരുപാട് വാക്കുകൾ കാണും. ആ വാക്കുകൾക്ക് പല ധ്വനികളായിരിക്കും. അപ്പോൾ ഒരു വാക്കിലുള്ള ധ്വനിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റു കുറേ ധ്വനികൾക്കാണ് എന്ന് പറയുക ഇവിടെ स्वानिम എന്നൊക്കെ പറയുക. स्वनिम के लिए दी गई विभिन्न परिभाषाओं को देखते हुए
सामान्य रूप से समान गुण और प्रकृति वाले स्वनों का समूह സ്വനം कहलाता है. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസിനെ ആസ്പദമാക്കിയിട്ട് നമുക്കിങ്ങനെ പറയാം. സാമാന്യ രൂപസേ പൊതുവായിട്ട് നോക്കിയാൽ സമാൻ ഗുണ അവർ പ്രകൃതി വാലേ സ്വനവും കാ സമൂഹം, ഒരേ ഗുണമുള്ള അതുപോലെ ഒരേ സ്വഭാവമുള്ള ഭാഷാധ്വനികളുടെ സമൂഹത്തെയാണ് സ്വനം എന്ന് പറയുക. किसी भाषा के स्वनों का सूक्ष्म अध्ययन करके उस भाषा के स्वनिमों का अभिनिर्धारण करना स्वानिकी का विषय है, അല്ല സ്വാനിമി का विषय है. സ്വനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഏത്? സ്വാനിമി. എന്താണ് സ്വാനിമി? ഏതെങ്കിലും ഭാഷയിലുള്ള സ്വനങ്ങളെ, ഭാഷാധ്വനികളെ സൂക്ഷ്മമായിട്ട് പഠനം നടത്തി ആ ഭാഷയിലുള്ള ഭാഷാധ്വനികളെ നിശ്ചയിക്കുക, കണ്ടെത്തുക എന്നുള്ളതാണ് സ്വാനിമിയുടെ വിഷയം. പ്രാചീന കാൽ സേ ഹി സ്വനിം നിർദ്ധാരൻ കി പ്രക്രിയ ചൽത്തി രഹി ഹെ. പണ്ടുകാലം മുതലേ സ്വനിം നിർദ്ധാരൻ, ഇന്ന ധ്വനിക്ക് ഇന്ന വാക്കുകൾക്ക് ഇന്ന ധ്വനിയാണ് എന്ന് തീരുമാനമെടുക്കുന്ന ആ രീതി എന്ന് നിശ്ചയിക്കുന്ന ആ പ്രക്രിയ പണ്ടുകാലം മുതലേ നിലനിന്നിരുന്നു. ഭിന്ന ഭിന്ന ഭാഷാവുമേം പ്രാപ്ത് വർണ്ണമാലായേം ഇസ്കെ പ്രമാൺ ഹെ. വ്യത്യസ്ത ഭാഷകളിൽ കാണുന്ന വർണ്ണമാലകൾ ഇതിനുദാഹരണമാണ്. കാരണം ഓരോ ഭാഷയ്ക്കും ഓരോ അക്ഷരം എടുത്തു നോക്കിയാൽ ഓരോ ധ്വനികളുണ്ട്. അപ്പോൾ എല്ലാ ഭാഷയ്ക്കും കൂടെ ഒറ്റ ധ്വനി പോരെ. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ധ്വനി വേണം. അതിനുവേണ്ടിയാണ് ഓരോ ഭാഷയിലും വ്യത്യസ്തമായിട്ടുള്ള അക്ഷരമാലകൾ കാണാൻ പറ്റുക. സ്വനവിജ്ഞാൻ കെ അധ്യയൻ കെ ദോ പക്ഷ ഹോത്തേ ഹെ, ഇതൊക്കെ നേരത്തെ വന്നതാണ്. ഈ ധ്വനിവിജ്ഞാൻ അത് പഠനം നടത്തുന്ന സമയത്ത് അതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. शुद्ध सैद्धांतिक पक्षम और प्रायोगिक पक्षम. सैद्धांतिक पक्ष में स्वन की परिभाषा, वाग्यंत्र, स्वन की उत्पत्ति, स्वन का वर्गीकरण आदि की चर्चा होती है. ധ്വനികളുടെ ധ്വനി എന്നാൽ എന്ത്, വാഗ്യന്ത്രങ്ങൾ, അതുപോലെ ധ്വനിയുടെ ഉത്പത്തി, അതുപോലെ സ്വനങ്ങളെ നമുക്ക് എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്താം, ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന വശം സൈദ്ധാന്തിക പക്ഷമാണ്. ലേക്കിൻ യഹ് കിസി ഭാഷാ വിശേഷ സെ സമ്പത്ത് നഹി ഹോത്തി. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിലുള്ള കാര്യമല്ല പറയുന്നത്. കാരണം നമ്മൾ ഈ വാഗ്യന്ത്രം നമുക്കറിയാം, എല്ലാ ഭാഷയിലും നമുക്ക് സംസാരിക്കാൻ നമ്മുടെ വായും അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളും അനിവാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയെ സംബന്ധിച്ചല്ല ഈ ശുദ്ധ സൈദ്ധാന്തിക പക്ഷ വരുന്നത്. ഈ തരഹ അധ്യയൻ സ്വാനികി കഹലാത്ത ഹെ. അങ്ങനെ ഈ മുകളിൽ പറഞ്ഞ ഏതൊക്കെ സ്വൻ കി പരിഭാഷ, വാഗ്യന്ത്ര, സ്വൻ കി ഉത്പത്തി, സ്വൻ കാ വർഗീകരൺ, ഇതിനെപ്പറ്റിയുള്ള പഠനത്തെയാണ് എന്ത് പറയുക, സ്വാനികി എന്ന് പറയുക. എന്നാൽ കിസി മുകളിൽ പറഞ്ഞത് എല്ലാ വിഷയങ്ങളും കൂടെ എല്ലാ ഭാഷയിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഭാഷയെ മാത്രം പറയണമെങ്കിൽ നോക്കൂ, കിസി ഭാഷ വിശേഷിക്കെ സ്വനോങ്ക അധ്യയനം, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയുടെ, ഇപ്പം ഉദാഹരണമായിട്ട് ഹിന്ദി ഭാഷയിലുള്ള ധ്വനികളെ പറ്റി പഠിക്കുക. അതുപോലെ സ്വനോം കി സംരചന, ധ്വനികളുടെ സ്ട്രക്ചർ, ഉസ് ഭാഷാക്കെ സ്വനിമോം കാ നിർദ്ധാരൻ, ആ ഭാഷയിലുള്ള ധ്വനികളെ പറ്റിയുള്ള പഠനം, അത് കണ്ടെത്തൽ, ആദി കി ചർച്ച സ്വാനിമി കെ അന്തർ ഹോത്തി ഹെ. ഇവിടെ ഒരു വാക്ക് തെറ്റുണ്ടല്ലോ. ശരി, അവിടെ തെറ്റില്ല, വേറൊരു തെറ്റുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയെപ്പറ്റി, അതിൻ്റെ ധ്വനികളെ പറ്റിയൊക്കെ പഠനം നടത്തുന്ന ഏതാണ്, സ്വാനിമിക്ക് ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ തരഹ് സ്വാനികിമേം സ്വനോങ്ക സാമാന്യ അധ്യയൻ ഹോത്ത ഹെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ സ്വാനികിയിൽ സ്വനങ്ങളുടെ, ഭാഷാധ്വനികളുടെ കോമൺ ആയിട്ടുള്ള പഠനം, എല്ലാ ഭാഷകളിലുമുള്ള ധ്വനികളെ പറ്റി കോമൺ ആയിട്ട് പഠിക്കുക. അവർ സ്വാനിമി മേം ഭാഷാ വിശേഷിക്ക് ധ്വനിയോं का അധ്യയൻ होता है. എന്നാൽ സ്വാനിമിയിലാകട്ടെ ഏതെങ്കിലും പ്രത്യേക ഭാഷാധ്വനികളെ പറ്റി പഠനം നടത്തും. കിസി ഭാഷ കാ സ്വാനിമിക് വിശ്ലേഷൺ സ്വാനികി ദ്വാര പ്രസ്തുത സാമഗ്രി കെ ആധാർ പർ ഹി ഹോത്ത ഹെ. ഏതെങ്കിലും ഭാഷയിലുള്ള ധ്വനികളെ പറ്റിയുള്ള അപഗ്രഥനം, അനാലിസിസം, അത് സ്വാനികി വഴിയാണ്
അല്ലെങ്കിൽ സ്വാനികി വഴി കളക്ട് ചെയ്തു വച്ചിരിക്കുന്ന സാമഗ്രികളെ ആസ്പദമാക്കിയിരിക്കും. സാമഗ്രി പ്രസ്തുത് കർണ സ്വാനികി കാക്കാം ഹെ. അങ്ങനെ ഭാഷാ പഠനത്തിന് വേണ്ടിയുള്ള സ്വനങ്ങളെ കണ്ടെത്തി അത് കളക്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് സ്വാനികിയുടെ പ്രവർത്തനവും സ്വാനിമി ഓ സാമഗ്രിക്ക് വ്യവസ്ഥാക്കോ ഢൂണ്ട് നികാൽത്തി ഹെ. സ്വാനിമിയാകട്ടെ ആ സാമഗ്രിയെ എന്താണ് അതിൻ്റെ ആ മെറ്റീരിയൽസിൻ്റെ അത് എത്രത്തോളം ചിട്ടയായിട്ട് വെച്ച് ആ ധ്വനികളെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ആ മാർഗത്തെ കണ്ടുപിടിക്കുന്നതാണ് ഈ സ്വാനിമി എന്നുള്ള ഭാഷാ അല്ലെങ്കിൽ ഭാഷാധ്വനിയെ പറ്റിയുള്ള പഠനം അല്ലെങ്കിൽ സ്വാനിമിയുടെ വിഷയം. സ്വാനികി और സ്വാനിമി की തുലന इस प्रकार की जाती है. സ്വാനികിയും സ്വാനിമിയും തമ്മിലുള്ള താരതമ്യം ഇപ്രകാരമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ, ഈ ഒരു ചെറിയ ഖണ്ഡിക. സ്വാനികി और സ്വാനിമി की തുലന എന്നാണ്. സ്വനമാത്രക്കാധ്യൻ ഹി സ്വാനികി ഹെ. ഏതെങ്കിലും ഒരു കുറേ ധ്വനികളെ പറ്റിയുള്ള പഠനത്തെയാണ് സ്വാനികി എന്ന് പറയുക. ഇസ്മേ വ്യവസ്ഥിത പ്രണാലി നഹി ഹോക്കി. ഇതിന് വ്യവസ്ഥിതമായിട്ടുള്ള ഒരു പദ്ധതി ഇല്ല, വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു പദ്ധതിയില്ല. ഇത് ഭാഷാധ്യയൻ കേലിയ കച്ചാ മാൽ ഏകത്ര കർത്താ ഹെ. ഭാഷാധ്യയനത്തിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഡ്യൂട്ടി. മുഖസേ നികലെ സ്വൻകാധ്യയൻ ഹി സ്വാനികി കാ വിഷയ. നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഭാഷാധ്വനികളെ പഠനം നടത്തുക എന്നുള്ളതാണ് സ്വാനികിയുടെ വിഷയം. യഹ് പ്രത്യേക സ്വൻക വിവരൺ ദേത്താ ഹെ. ഓരോ സ്വനത്തിൻ്റെ ഓരോ ഭാഷാധ്വനിയെപ്പറ്റും വിവരിക്കുന്നു. വിദേശി ഭാഷാക്കെ ഉച്ചാരണമേ യഹ് മദത് പहुंचाता है. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയല്ല, ഏത് വിദേശ ഭാഷകളെ പറ്റിയുള്ള ഉച്ചാരണത്തിലും ഇത് നമ്മളെ സഹായിക്കുന്നു. ഇസ്മേ ലിപി സങ്കേതോം കി സംഖ്യ അധിക ഹോത്തി ഹെ. ഇതിൽ ലിപി സങ്കേതങ്ങളുടെ എണ്ണം, ലിപികളുമായിട്ട് ബന്ധപ്പെട്ട ചില സൂചനകളുണ്ട്, അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഇനി സ്വാനിമിയാകട്ടെ കിസി ഭാഷാ വിശേഷിക്കെ സ്വനോകാധ്യൻ ഹെ. ഏതെങ്കിലും പ്രത്യേക ഭാഷയിലുള്ള ഭാഷാധ്വനികളെ പറ്റിയുള്ള പഠനത്തെയാണ് സ്വാനിമി എന്ന് പറയുക. ഇസ്മേക്ക് വ്യവസ്ഥിത പ്രണാലി വിദ്യമാൻ ഹെ. ഇതിന് ഒരു പ്രത്യേക വ്യവസ്ഥാപിതമായിട്ടുള്ള പദ്ധതിയുണ്ട്. स्वानिकी भाषा अध्ययन के लिए जो कच्चा माल एकत्रित करता है उसे विश्लेषण करके निर्णय पर पहुंचाना स्वानिमी का काम है. സ്വാനികി എന്ന് പറയുന്ന ധ്വനിശാസ്ത്രം ഭാഷയുടെ പഠനത്തിന് വേണ്ടി റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, റാ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വയ്ക്കുന്നു. അതിനെ അപഗ്രഥിച്ച് ഒരു ഡിസിഷൻ, ഒരു കൺക്ലൂഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്വാനിമിയുടെ പ്രവൃത്തി. ഭാഷാ की संरचनात्मक इकाइयों का अध्ययन സ്വാനിമി की വിശേഷത है. ഭാഷയുടെ ഘടനാപരമായിട്ടുള്ള യൂണിറ്റുകളുടെ അധ്യയനം സ്വാനിമിയുടെ വിശേഷതയാണ്. യഹ് ഉച്ചരിത ഭാഷാക്കോ ലേഖൻ മേ ഉദാഹരണ സഹായക്ക് ഹെ. ഉച്ചരിക്കുന്ന ഭാഷയെ അത് എഴുതാൻ പറ്റിയുള്ള ഒരു രൂപത്തിലാക്കാൻ സഹായിക്കുന്നു. विज्ञानों को रूप वाक्य विज्ञानों को सरल बनाना भी इसका काम है. രൂപവിജ്ഞാൻ, വാക്യവിജ്ഞാൻ ഇതിനെയൊക്കെ കുറച്ച് ലളിതമാക്കാൻ, സിമ്പിളാക്കി മാറ്റാൻ ഇവയാണ് സഹായിക്കുക. ഇസ്കാ ലിപി സങ്കേത് സീമിത് ഹെ. ഇതിൻ്റെ ലിപി സങ്കേതങ്ങൾ വളരെ ലിപികളുടെ ഒരു പ്രതീകങ്ങൾ അത് വളരെ സീമിത് ഹെ, വളരെ പരിമിതമാണ്. അടുത്ത ഇത് ഈ 2-3 ചാപ്റ്ററും കൂടെ പ്രയാസമുള്ളതായിരിക്കും കേട്ടോ. അടുത്ത രൂപവിജ്ഞാൻ, മോർഫോളജി. രൂപവിജ്ഞാൻ കി വിഷയവസ്തു ക്യാ ഹെ. എന്താണ് രൂപവിജ്ഞാൻ? അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? രൂപ്, ശബ്ദ് और पद का अंतर समझ चाहिए. രൂപ്, ശബ്ദ്, പദ് ഈ മൂന്നിൻ്റെയും വ്യത്യാസം എന്താണ്? ഭാഷാ കാ അധ്യയൻ 2 ആധാരോं पर होता है. ഭാഷയെ നമുക്ക് 2 തരത്തിൽ പഠനം നടത്താൻ പറ്റും. ധ്വന്യാത്മക ആധാർ और വ്യാകരണിക് ആധാർ. ഭാഷയുടെ ധ്വനികളെ ആസ്പദമാക്കിയിട്ടുള്ള പഠനവും വ്യാകരണ സംബന്ധമായിട്ടുള്ള പഠനവും.
രണ്ട് തരത്തിൽ നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും. ധ്വന്യാത്മക ആധാർ പർ ഭാഷ കി ധ്വനിയും കാ അധ്യയൻ ഹോത്താ ഹെ. ഈ ധ്വന്യാത്മക ആധാറിലൂടെ നമുക്ക് ഭാഷയുടെ ധ്വനികളെ പറ്റി പഠിക്കാൻ പറ്റും. ധ്വന്യാത്മക എന്ന് പറയുമ്പോൾ ധ്വനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നത് എങ്ങനെയാണ്? ധ്വനിയും കാ അധ്യയൻ ഹോത്താ ഹെ ജിസ്ക അർത്ഥ സേ സീതാ സംബന്ധ നഹി ഹോത്ത. അപ്പം ധ്വനികൾക്കും അർത്ഥത്തിനുമായിട്ട് നേരിട്ട് ബന്ധമില്ല. കുറേ ധ്വനികളൊക്കെ ചേർന്നാലേ വാക്കാവുള്ളൂ അല്ലേ? അപ്പോഴേ നമുക്ക് അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. വ്യാകരണിക് ആധാർ പർ ഭാഷ കാ അധ്യയൻ രൂപം और വാക്യോം സേ ഹോത്താ ഹെ. ഏതെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ ആ വാക്കിനെ വെച്ചുകൊണ്ട് നമുക്ക് വ്യാകരണത്തെ പറ്റി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പം വ്യാകരണിക് ആധാർ പർ ഭാഷ കാ അധ്യയൻ, ഈ വ്യാകരണപരമായിട്ട് നമുക്ക് ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ രൂപ്, വാക്യ ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതിലൂടെ മാത്രമേ നമുക്ക് വ്യാകരണം പഠിക്കാൻ പറ്റുള്ളൂ. രൂപ് और वाक्य दोनों ही भाव, विचार और अर्थ में संबंध रखते हैं. अर्थ से संबंध रखते हैं. രൂപവും വാക്യവും ഈ രണ്ട് കാര്യങ്ങൾ രണ്ടിലും എന്തുണ്ട്? ഭാവങ്ങളും വിചാരങ്ങളും അർത്ഥങ്ങളും ഒക്കെ അതിന് ബന്ധമുണ്ടെന്നാണ്. ഏതെങ്കിലും ഒരു ഭാവം അല്ലെങ്കിൽ ഒരു വിചാരം അല്ലെങ്കിൽ അർത്ഥം ഒക്കെ അടങ്ങിയിരിക്കുന്ന വാക്കുകളാണ് ഏത്? ഈ അല്ലെങ്കിൽ രൂപവും വാക്യവും. अर्थ से संबंध जोड़कर भाषा अध्ययन करने पर उसकी सबसे लघुतम इकाई रूप की होती है. നമ്മൾ അർത്ഥവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അല്ലെങ്കിൽ ബന്ധപ്പെടുത്തി നമുക്ക് ഭാഷയെ പഠിക്കണമെങ്കിൽ ആ ഭാഷയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് അതിലുള്ള രൂപമാണ്. രൂപം എന്താണെന്ന് ഇനി താഴോട്ട് പറയും. അതഹ കിസി നിശ്ചിത വ്യവസ്ഥ के अंतर्गत स्वनिमों का अनुक्रमण बनाने पर रूप या रूपिम का निर्माण होता है. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിശ്ചിത വ്യവസ്ഥിതിയിലൂടെ ഏതെങ്കിലും ഒരു നിശ്ചിതമായിട്ടുള്ള ചിട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വനിമോം കാ അനുക്രം ബനാനെ പർ ഭാഷാധ്വനികളെ ക്രമമാക്കി വയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് രൂപം അല്ലെങ്കിൽ രൂപിം. അങ്ങനെയാണ് രൂപത്തെ അല്ലെങ്കിൽ രൂപിമിനെ നിർമ്മിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാഷാധ്വനികളെ ക്രമമായി വച്ചാൽ നമുക്ക് എന്ത് കിട്ടും? രൂപം അല്ലെങ്കിൽ രൂപിം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇസി പ്രകാർ रूपिमों के कुछ निश्चित क्रम के अनुसार बनते हैं तो वाक्यों की रचना होती है. ഇങ്ങനെ മുകളിൽ പറഞ്ഞ ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ധ്വനികളെ ക്രമമായി ചിട്ടയായിട്ട് അടുക്കി വച്ചാൽ കിട്ടുന്നത് എന്താണോ അതാണ് അല്ലെങ്കിൽ രൂപിം എന്ന് പറയുക. അതുപോലെ ഈ രൂപിം അല്ലെങ്കിൽ രൂപങ്ങളെ കുറച്ച് നിശ്ചിതമായിട്ടുള്ള ക്രമത്തിലൂടെ അടുക്കി വച്ചാൽ കിട്ടുന്നതാണ് ഏത്? വാക്യം. അങ്ങനെയാണ് വാക്യത്തെ ഉണ്ടാക്കിയെടുക്കുക. അനുക്രം യാ വ്യവസ്ഥാഹി ഭാഷാക്ക പ്രാണുക. അങ്ങനെ ക്രമമായി ചിട്ടപ്പെടുത്തി വയ്ക്കുക, വ്യവസ്ഥാപിതമായിട്ട് വയ്ക്കുക, അതാണ് ഭാഷയുടെ പ്രാൺ. ഇപ്പോൾ കലം എന്നുള്ളതിന് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ എന്താവില്ല? അതൊരു ഭാഷയിലുള്ള അർത്ഥമുള്ള വാക്കാവില്ല. ഏതോ ഒരു വാക്കുകളുടെ അക്ഷരങ്ങളുടെ കൂട്ടത്രേ ഉള്ളൂ. और इस व्यवस्था का वर्णन करना व्याकरण का विषय है. ഇപ്പോൾ ചിട്ടയായിട്ട് അക്ഷരങ്ങളെ അടുക്കി വെച്ചു, ആ വ്യവസ്ഥയെ വർണ്ണിക്കുക എന്നുള്ളതാണ് വ്യാകരണത്തിൻ്റെ വിഷയം. വ്യാകരണക്കെ മുഖ്യ ദോ അംഗ് ഹോത്തെ ഹെ. വ്യാകരണത്തിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട്, രൂപവിജ്ഞാൻ और വാക്യവിജ്ഞാൻ. ഇതൊക്കെ താഴോട്ട് വരുന്നുണ്ട്. ഇൻമേ രൂപവിജ്ഞാൻ കോ വ്യാകരൺ കാ പര്യായവാചി സമുച്ചതേ ഹെ. ഇതിൽ രൂപവിജ്ഞാനത്തെ രൂപ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വ്യാകരണത്തെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രൂപവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രത്തെ വ്യാകരണത്തിൻ്റെ പര്യായവാചി എന്ന് പറയാൻ പറ്റും. വ്യാകരൺ ജഹാം വർണ്ണൻ പ്രധാൻ ഹോത്താ ഹെ. വ്യാകരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വാക്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അത് വർണ്ണിച്ച് മാത്രമേ നമുക്ക് വ്യാകരണം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രൂപവിജ്ഞാൻ വഹാം വിചാർ പ്രധാൻ ഹോത്താ ഹെ. അപ്പം ഒരു ഭാഗത്ത് വർണ്ണന പ്രധാനമാണ് വ്യാകരണമെങ്കിൽ രൂപവിജ്ഞാൻ പ്രധാനമായിരിക്കും. അതിൽ ഒരാശയം അടങ്ങിയിട്ടുണ്ട്. रूप विज्ञान की ആധാരഭൂത് ഇക്കായി രൂപ ഹോത്താ ഹെ. അടുത്ത പാരഗ്രാഫായിട്ടാണ് കേട്ടോ. രൂപവിജ്ഞാൻ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, അതിൻ്റെ അടിത്തറയിലുള്ള അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്നുള്ളത് രൂപമാണ്. ഭാഷാ വൈജ്ഞാനികവും കെ അനുസാർ കിസി ഭി ലഘുതം അർത്ഥയുക്ത്
ഇക്കൈക്കോ രൂപ കഹത്തെ ഹെ. ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള അർത്ഥമുള്ള ഘടകത്തെ, അർത്ഥമുള്ള ഒരു യൂണിറ്റിനെയാണ് രൂപെന്ന് പറയുക. അർത്ഥം അതിൽ നിന്ന് കിട്ടണം. രൂപം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു അർത്ഥം കിട്ടണം. അർത്ഥം കിട്ടുന്ന ഏറ്റവും ചെറിയൊരു വാക്ക്. इसके अनुसार अप, उप, बे आदि उपसर्ग, ता, त्व, पा, पन, ई आदि प्रत्यय तथा पेड़, गाड़ी आदि मूल शब्द भी रूप की परिधि में आते हैं. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഇപ്പം അപയശ് എന്നുള്ളതിൻ്റെ അപ്പ്, ഉപക്രം എന്നുള്ളതിലെ ഉപ്പ്, ബേ സ്വാദ് എന്നുള്ളതിലെ ബേ, ഇതൊക്കെ ഉപസർഗങ്ങളായിട്ട് എടുക്കുക. താ, ത്വ, പ, പൻ ഇതൊക്കെ നമുക്ക് വാക്കുകളുടെ കൂട്ടത്തിൽ ചേർക്കുക. അപ്പം മനുഷ്യത, മനുഷ്യത്വ ഇതൊക്കെ നമുക്ക് വാക്കിനോടൊപ്പം ചേർക്കുന്ന വാക്കുകളാണ്. അതിൻ്റെ പ്രത്യയങ്ങളെന്നാണ് പറയുക. പിന്നെ പേട്, ഗാഡി ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടുന്ന ബേസിക്കലായിട്ടുള്ള വാക്കുകൾ. ഇതെല്ലാം ഏതിൽ വരും? രൂപയ്ക്ക് പരിധിയുമേ ആത്തേ. അത് രൂപ് എന്നുള്ള പരിധിയിൽ വരും. ശബ്ദ വഹു ഭാഷാശാസ്ത്രീയ രൂപേ. എന്താണ് ശബ്ദം എന്ന് പറഞ്ഞാൽ? ഭാഷാശാസ്ത്രീയ രൂപമാണ്. ജിസ്ക അർത്ഥ വ വിതരൺ സർവദാ സ്വതന്ത്ര ഹോത്താ ഹെ. അതിൻ്റെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ സ്വതന്ത്രമായിരിക്കും. തഥാ ജിസ്കെ പൂർവ് और പശ്ചാത്ത് വിരാം ഹോത്താ ഹെ. അർത്ഥങ്ങളുടെ മുന്നിലും പിന്നിലും വിരാം ഉണ്ടായിരിക്കും. ശബ്ദ് और रूप का अंतर एक है. എന്താണ് ശബ്ദവും രൂപവും തമ്മിലുള്ള വ്യത്യാസം? ശബ്ദവും का अर्थ കോശ ഗ്രന്ഥവും में मिल जाता है. വാക്കുകളുടെ അർത്ഥം നമുക്ക് ഡിക്ഷണറിയിൽ കിട്ടും. ഇപ്പോൾ ഉദാഹരണം കലം എന്നുള്ള വാക്കിന് അർത്ഥം നമുക്ക് എവിടെ നോക്കിയാൽ കിട്ടും? കോശ ഗ്രന്ഥങ്ങളിൽ, ഡിക്ഷണറികളിൽ കിട്ടും. पर सभी रूपों का अर्थ കോശ ഗ്രന്ഥവും में मिलता नहीं. എന്നാൽ എല്ലാ രൂപങ്ങളുടെയും അർത്ഥം നമുക്ക് കോശ ഗ്രന്ഥങ്ങളിൽ കിട്ടില്ല. ഉദാഹരണത്തിന് കലമോംസേ എന്നുള്ളത് ചിലപ്പം നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടില്ല? അർത്ഥം ഒരുമിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ കലം പിന്നെ സേ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും വാക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റ ഒരു രൂപത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. पर सभी रूपों का अर्थ കോശ ഗ്രന്ഥോं में मिलता नहीं. രൂപോം സേ ശബ്ദ ബനത്തെ ഹെ. പല രൂപങ്ങൾ കൊണ്ടാണ് വാക്കുകൾ ഉണ്ടാവുക. पर हर रूप शब्द नहीं होता. എന്നാൽ ഓരോ രൂപവും ശബ്ദമല്ല. ആത്മീ, പാനി ആദി രൂപ ഹോത്തെ ഹെ. ആത്മീ എന്ന് പറയുന്നത് പാനി എന്ന് പറയുന്നത് രൂപമാണ്. ശബ്ദ പി അതിനെ വാക്കായിട്ട് നമുക്ക് കണക്കാക്കാം. ആത്മീപൻ, പനിഹാര ആദി ശബ്ദ ഹെ. അതുപോലെ ആത്മീപൻ, പനിഹാര പാനിയിൽ നിന്നും ബന്ധപ്പെട്ട ഒരു വാക്കാണ് പനിഹാര. ഇതൊക്കെ വാക്കുകളാണ്. പനിഹാര വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പനിഹാര. ഇതൊക്കെ വാക്കുകളാണ്. पर दो दो रूपों के अनुक्रम से इनका निर्माण हुआ है. എന്നാൽ ഈ രണ്ട് രൂപങ്ങളുടെ ചിട്ടയായി വച്ചതുകൊണ്ടാണ്, രണ്ട് രൂപങ്ങൾ ചിട്ടയായിട്ട് വച്ചതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുക്കാനായി പറ്റിയത്. ഇപ്പോൾ ആത്മീ എന്നുള്ളതിൻ്റെ കൂടെ പൻ നമ്മൾ ചേർത്ത് ചിട്ടയായിട്ട് വെച്ചു. ഈ പൻ എന്നുള്ളത് ആദ്യം എടുത്തിട്ട് പൻ ആത്മീ എന്ന് പറഞ്ഞാൽ അത് എന്താവില്ല? വാക്കാവില്ല, അല്ലെങ്കിൽ രൂപമായിട്ട് കിട്ടില്ല. കൃത്യമായിട്ട് വയ്ക്കണം. അതാണ് ശബ്ദത്തോ कोश में शब्द तो कोश में प्राप्त मूल रूप होता है. വാക്കാണ്. വാക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിക്ഷണറിയിലൊക്കെ കാണുന്ന ഏറ്റവും ബേസിക്കലായിട്ടുള്ള വാക്കാണ്, രൂപമാണ്. ഭാഷാമേ പ്രകൃതി അർത്ഥതത്വം. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രത്യയങ്ങളാണ് അല്ലേ? അല്ല, പ്രകൃതി എന്ന് പറഞ്ഞാൽ അർത്ഥതത്വം, അർത്ഥമുള്ള വാക്കുകൾ. ഭാഷയിൽ ഇത് രണ്ടും ഉണ്ട്. എന്താണ്? അർത്ഥമുള്ള വാക്കുകളുണ്ട്, പിന്നെ സംബന്ധ തത്വമുണ്ട്. സംബന്ധ തത്വം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിനോടൊപ്പം നിൽക്കുന്ന പ്രത്യയങ്ങൾക്കാണ് എന്ത് പറയുക? സംബന്ധ തത്വം. ഇപ്പം കലം എന്നുള്ള വാക്ക് അർത്ഥതത്വമായിട്ട് എടുക്കാം. സേ ചേർത്താൽ, സേ എന്ന് പറഞ്ഞാൽ അത് സംബന്ധ തത്വമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാലേ നമുക്ക് ഭാഷ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അർത്ഥമുള്ള വാക്കും വേണം, പ്രത്യയവും വേണം. കുറേ അർത്ഥമുള്ള വാക്കുകൾ മാത്രം നിരത്തി വെച്ചാൽ സെൻറ്റൻസ് ആവില്ല അല്ലേ? ഇപ്പം രാജു കലം സേ കാഗസ് പർ ലിഖ്താ ഹെ. രാജു കലം കാഗസ് ലിഖ് താ ഹെ. ഇതൊക്കെ നമ്മൾ വച്ചു. പക്ഷേ അതിനൊരു സെൻറ്റൻസ് കിട്ടണമെങ്കിൽ കലം സേ ചേർക്കണം. ആ സേ എന്നുള്ളതാണ് സംബന്ധ തത്വം. കാഗസ്
പർ. ആ പറാണ് സംബന്ധ തത്വം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഭാഷ പൂർണ്ണമായിട്ടും ഒരു ഭാഷ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അർത്ഥാത് പ്രകൃതി കേസാത്ത് പ്രത്യയ ജോഡിന സരൂരി ഹോത്താഹെ. ഭാഷ കിട്ടണമെങ്കിൽ അർത്ഥതത്വത്തിനോടൊപ്പം, അർത്ഥതത്വത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രകൃതി, അതിനോടൊപ്പം എന്ത് വേണം? സംബന്ധ തത്വം, പ്രത്യയം കൂടി ചേർത്താലേ പറ്റുള്ളൂ. इस तरह अर्थ तत्व और संबंध तत्व का संयुक्त रूप जो बनता है वही वाक्य में प्रयोगार्थ रूप होता है, उसी को पद कहते हैं. വാക്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ വാക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രത്യയവും കൂടി ചേർന്നിട്ടുള്ള വാക്ക് ഏതാണോ അതിനെയാണ് രൂപ് എന്ന് പറയുക. ആ രൂപങ്ങളുടെ എല്ലാത്തിനെയും കൂടെ ആ രൂപത്തിനെയാണ്, ആ രൂപങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ രൂപത്തെയാണ് നമുക്കെന്ത് പറയുക? പദ് എന്ന് പറയുക. അപ്പം കലം എന്ന് പറഞ്ഞു, ആ കലം സേ എന്ന് പറഞ്ഞാലേ അതെന്താവുള്ളൂ? രൂപമാവുള്ളൂ. അങ്ങനെ വാക്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തെയാണ് പദ് എന്ന് പറയുക. ഇതൊക്കെ ടിപ്പണിക്ക് ചോദിക്കാം കേട്ടോ. അടുത്ത നമുക്ക് 40ാമത്തെ പേജിലേക്ക് പോവാം. അത് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം.